സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ക്ലച്ച് നമ്പർ ഫസ്റ്റ് ഇട്ടെണ്ണ ക്ലച്ച് നമ്പർ ഫസ്റ്റ് ഇട്ടു. വണ്ടി മൂവ് ചെയ്തോ? ഇല്ല. എന്തുകൊണ്ടാണ് മൂവ് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് നമ്മളെ മൂവ് ചെയ്യാത്തത്? ആക്സിൽ കൊടുത്തേ, അവർ സംശയം തീർക്കാം. മതി. ആക്സിൽ കൊടുത്തു, മൂവ് ചെയ്യുന്നില്ല. എന്തായിരിക്കും വിടാത്ത കറങ്ങാത്തല്ല കാര്യം? എന്താ? ഗിയർ മാറ്റിയില്ലോ, ഗിയർ ഇട്ടിരിക്കുക. ഏത് ഗിയർ ഇട്ടാണേ? ഫസ്റ്റ് ഇട്ടിരിക്കുക. എന്താ ഇത് മൂവ് ചെയ്യാത്ത? എത്ര ക്ലാസ്സായി? മുഖത്താണ് മേലത്തെ എത്ര ക്ലാസ്സായി? തീരാറായി. അപ്പോൾ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് എന്ത് നമ്മൾ ചെയ്യുമ്പോഴാണ് വണ്ടി മൂവ് ആവണത്? അടി വാങ്ങിക്കല്ലേ. ഹാൻഡ് ബ്രേക്കും എന്തോന്ന് മാം, ഹാൻഡ് ബ്രേക്ക് ഏത് വീലിലാണ് വർക്കാവുന്നേ? ക്ലച്ച് വിടാത്തതുകൊണ്ടല്ലേ, ക്ലച്ച് റിലീസ് ചെയ്യാത്തോണ്ടല്ലേ വണ്ടി പോകാത്തത്. അപ്പോൾ ക്ലച്ചിൻ്റെ ഉപയോഗം എന്താണ്? ഈ ടയറിനെയും എഞ്ചിനെയും തമ്മിൽ കണക്ട് ചെയ്യുകയും ഡിസ്കണക്ട് ചെയ്യുന്ന മെഷീനാണ് ക്ലച്ച്. വേറെ ഒരു ജോലിയില്ല. ക്ലച്ചിന് പതിയെ കാലത്തെന്നാ തീർന്നു. ഇനി ക്ലച്ച് പയ്യെ ഫാസ്റ്റായിട്ട് സ്ലോ ആയിട്ട് വിട്ടു നോക്കി. ചവിട്ടി വിട്ടു ഉണ്ടോ? ചവിട്ടി വിട്ടു. ഇപ്പം ഒന്നും ചെയ്യില്ല. നിങ്ങൾ ഇതുപോലെ വണ്ടി മൂവ് ആയതിനു ശേഷം, സെക്കൻഡ് ആക്കിയതിന് ശേഷം ക്ലച്ച് ചെയ്ത് ഫാസ്റ്റായിട്ട് എടുത്തോണ്ടിരിക്കും. ഒന്നും സംഭവിക്കില്ല. എന്താണ് കാരണം? ടയറും റോഡിൽ നിന്ന് മൂവ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രീ ആണ്. ക്ലച്ച് ഫാസ്റ്റ്. അതുകൊണ്ടാണ് ഫസ്റ്റും റിവേഴ്സും മാത്രം നമ്മൾ എന്ത് ചെയ്യണത്? പതിയെ ക്ലച്ചിന് കാലെടുക്കുന്നത്. ഫാസ്റ്റായിട്ട് എടുത്താൽ എന്ത് പറ്റും? ഇത്രയും വെയിറ്റിനെ എടുത്തുകൊണ്ട് പോകാനുള്ള ശക്തിയില്ല. മൂവ്മെന്റിലാണല്ലോ പോണത്. വിട്ടോ ഫാസ്റ്റായിട്ട് വിടാം. അങ്ങനെ കറണ്ട് അടിച്ചല്ലേ ഒന്നും സംഭവിക്കില്ല. അതാ പറഞ്ഞത്. നിങ്ങൾ ആ തേർഡിൽ എടുക്കുന്ന അതേ എഫേർട്ടിൽ നിങ്ങൾ ഫസ്റ്റിന് റിവേഴ്സിൽ എടുക്കില്ലെന്നാണ് പറഞ്ഞത്. ഫസ്റ്റിലും എടുക്കാം. എങ്ങനെ എടുക്കാം? മൂവ് ആയതിനു ശേഷം. ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇട്ട് നിങ്ങൾ എച്ചിന് വന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ കാൽഭാഗം എത്തിയപ്പോൾ തന്നെ വണ്ടി നോർമലായി ക്ലച്ചിന് കാലെടുത്തു. പിന്നെ നിങ്ങൾ ക്ലച്ച് ചവിട്ടി എടുത്ത് നോക്ക്, ഒന്നും സംഭവിക്കില്ല. എപ്പോഴെങ്കിലും ആ 10 ഗിയർ, അതായത് ആ സ്പീഡിൻ്റെ ബിലോ വരുമ്പോൾ മാത്രമേ അവിടെ ക്ലച്ചിൻ്റെ സപ്പോർട്ട് ആവശ്യം വരുന്നുള്ളൂ. സപ്പോസ് ഇപ്പം ഫസ്റ്റ് ഗിയർ പോയി സെക്കൻഡ് ആക്കിയല്ലോ, എബോവ് 10ലാണ് നമ്മൾ ഏത് ഗിയർ ആക്കുന്നത്? സെക്കൻഡ് ഗിയർ ആക്കുന്നത്. സെക്കൻഡ് ഗിയർ ആക്കിയതിന് ശേഷം ബിലോ 10 ആക്കി നോക്കും. നിങ്ങൾക്ക് ക്ലച്ചിന് സപ്പോർട്ടില്ലാതെ പോകാൻ പറ്റില്ല. എന്താണ് കാരണം? അത്രത്തോളം ആ ലോ സ്പീഡിൽ ആ കൂടിയ ഗിയറിൽ പോകാൻ പറ്റില്ല. ബിലോ 10 ആവണമെങ്കിൽ അതിൻ്റെ ഏത് ഗിയറിലാണ് പോകാൻ പറ്റുള്ളൂ? ഫസ്റ്റ് ഗിയറിൽ മാത്രമേ പറ്റുള്ളൂ. നിങ്ങൾ സെക്കൻഡിലോ തേർഡിലോ ആണെങ്കിൽ നിങ്ങൾ ക്ലച്ചിനെ സപ്പോർട്ട് ചെയ്യാതെ പോകാൻ പറ്റില്ല. അപ്പോഴത്തേക്കും വണ്ടി വൈബ്രേഷൻ ഉണ്ടാവും. എന്താണ് കാരണം? അത്രയും കുറഞ്ഞ സ്പീഡിൽ